മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗ്രഹങ്ങളുടെ രാജാവ് സൂര്യനാണെങ്കിൽ സൈന്യതലവൻ ചൊവ്വ ആണെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ചൊവ്വ മേടം, വൃശ്ചികം എന്നീ രാശികളുടെ അധിപനാണ്. മകരം രാശി ഉച്ചസ്ഥാനവും കർക്കിടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണസ്ഥാനവുമാണ്. ചൊവ്വ വളരെയധികം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രഹമാണ്, വളരെ പവർഫുള്ളുമാണ്. അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ചവർ വളരെ സ്ട്രോങ്ങും ഡിസിപ്ലിൻ ഉള്ളവരും അതോടൊപ്പം ക്രോധം അധികമുള്ളവരുമായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചൊവ്വ മീനം രാശിയിൽ രാഹുവിനോടൊപ്പം അംഗാരക യോഗം നിർമ്മിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളായിരുന്നു അധികം രാശിക്കാർക്കും അനുഭവപ്പെട്ടത്. പക്ഷേ ജൂൺ 1-ാം തീയതി ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. അതിനാൽ ഈ സമയത്ത് അംഗാരക യോഗം അവസാനിച്ചിരിക്കുകയുമാണ്. കൂടാതെ മേടം രാശി ചൊവ്വയുടെ സ്വരാശിയോടൊപ്പം മൂലത്രികോണസ്ഥാനവുമാണ്. ഇവിടെ ചൊവ്വ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചക യോഗവും നിർമ്മിക്കുന്നുണ്ട്. ചൊവ്വ ഇവിടെ ജൂലൈ 12-ാം തീയതി വരെ, അതായത് ഏകദേശം 42 ദിവസങ്ങളോളം നിൽക്കുന്നതായിരിക്കും. ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ, അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. ചൊവ്വയുടെ ഈ രാശിമാറ്റം കർക്കിടകം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ചൊവ്വ നിങ്ങളുടെ 5ഉം 10ഉം ഭാവങ്ങളുടെ അധിപനാണ്. 5-ാം ഭാവം ത്രികോണസ്ഥാനമാണ്. അതുപോലെ 10-ാം ഭാവം കേന്ദ്രസ്ഥാനവും. നിൽക്കുന്നത് കേന്ദ്രസ്ഥാനത്ത്. ചൊവ്വ നിങ്ങൾക്ക് യോഗകാരക ഗ്രഹമാണ്. 10-ാം ഭാവത്തിൽ സ്വരാശിയിൽ ചൊവ്വ നിൽക്കുന്നത് നിങ്ങൾക്ക് പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചക യോഗം നിർമ്മിക്കുന്നതാണ്. കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജയോഗം വളരെ ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും. കർമ്മരംഗത്ത് ഇത് നല്ല പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് എത്രയധികം പ്രയത്നം ചെയ്യുന്നുവോ അതനുസരിച്ച് പ്രതിഫലവും ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ജോലി ചെയ്യാനുള്ള എനർജി കൂടുതൽ ഫീൽ ചെയ്യുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്കും ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് വളരെ അനുകൂല സമയമായിരിക്കും. എൻജിനീയറിംഗ്, IT, കമ്പ്യൂട്ടർ, മാർക്കറ്റിംഗ് എന്നീ ഫീൽഡിലുള്ളവർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ പുരോഗതി ഉണ്ടാകുന്നതാണ്. പിതാവുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം പിതാവിൻ്റെ സഹായവും സഹകരണവും ലഭിക്കുന്നതുമായിരിക്കും. ചൊവ്വ 5-ാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ. 5-ാം ഭാവം ലക്ഷ്മി ത്രികോണസ്ഥാനമാണ്. 5-ാം ഭാവം വിദ്യാഭ്യാസം, സന്താനം, ലവ് റിലേഷൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതുമാണ്. ചൊവ്വയുടെ 3 ദൃഷ്ടികളിൽ ഒന്നായ 8-ാം ദൃഷ്ടിയും ഇവിടെയാണ് പതിക്കുന്നത്. 5-ാം ഭാവത്തിൽ ഈ സമയത്ത് സന്താനങ്ങളുമായി എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിൽ അത് മാറുന്നതായിരിക്കും. അവരുടെ കരിയറിനും ബിസിനസ്സിനും അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം, സാമ്പത്തിക സ്ഥിതി എന്നിവയും പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്കും ഇത് വളരെ അനുകൂല സമയമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും. കാരണം ഇവിടെ ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ട്. എങ്കിലും ശുഭഗ്രഹമായ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് കുറച്ചൊക്കെ മാനേജ് ചെയ്യുവാൻ സഹായിക്കുന്നതായിരിക്കും. ലവ് റിലേഷനിലുള്ളവർക്ക് അല്പം അഗ്രസീവ്നെസ് വരുവാൻ സാധ്യതയുണ്ട്. ഇതിൽ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ മറ്റു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ ഗ്രഹങ്ങൾക്കും കോമണായിട്ടുള്ളതാണ് 7-ാം ദൃഷ്ടി.
ചൊവ്വായ്ക്ക് ഇതുകൂടാതെ 4-ാം ദൃഷ്ടിയും 8-ാം ദൃഷ്ടിയും ഉണ്ട്. ചൊവ്വയുടെ 4-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 1-ാം ഭാവത്തിലാണ്. ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. പൊതുജനവേദിയിൽ നിങ്ങളുടെ ഇമേജ് കൂടുന്നതായിരിക്കും. എങ്കിലും ഈ സമയത്ത് നിങ്ങൾക്ക് ക്രോധം വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ അതിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. ആരോഗ്യസ്ഥിതികൾ പ്രതികൂലമായാലും നല്ല ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതായിരിക്കും. ചൊവ്വയുടെ 7-ാം ദൃഷ്ടി പതിക്കുന്നത് സുഖസ്ഥാനമായ 4-ാം ഭാവത്തിലാണ്. 4-ാം ഭാവം ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം, മാതാവ്, രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രോപ്പർട്ടി, വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ചെയ്യുന്നവർക്ക് ഈ സമയത്ത് നല്ല ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും. ഭൂമി സംബന്ധമായ എന്തെങ്കിലും കേസുകളോ ഡിസ്പ്യൂട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. പുതിയ വീട് വയ്ക്കാനും വാഹനങ്ങളും മറ്റും വാങ്ങുവാനും യോഗമുണ്ടാകും. അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായ ആർഭാട വസ്തുക്കളും ആഭരണങ്ങളും മറ്റും വാങ്ങുവാൻ സാധിക്കുന്നതായിരിക്കും. ഡിഫൻസ്, മിലിറ്ററി, ഡോക്ടർ, വക്കീൽ, ജഡ്ജി, പോലീസ് എന്നീ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ഈ സമയത്ത് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മാതാവുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും. രാഷ്ട്രീയത്തിലുള്ളവർക്ക് പൊതുജന പ്രീതി വർദ്ധിക്കുന്നതും സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും. ചൊവ്വയുടെ 8-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 5-ാം ഭാവത്തിലാണ്. 5-ാം ഭാവത്തിൽ ഉണ്ടാകുന്ന പ്രഭാവങ്ങളെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞതായിരുന്നല്ലോ. അത് കാരണം അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതാണ് ചൊവ്വയുടെ രാശിമാറ്റം കർക്കിടകം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.